ഇന്ന് കാലിഫോർണിയ നഗരം എല്ലാവരുടെയും നാവിൻ തുമ്പിൽ ചർച്ചയാണ്. എന്തായിരിക്കും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഒരു സമൂഹത്തെ നാമാവശേഷമാക്കുന്ന രൂപത്തിലുള്ള തീ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മനുഷ്യരായ നമ്മൾക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ടെക്നോളജി, സാങ്കേതിക വിദ്യ വളരെ വലുതാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവക്കൊന്നും തന്നെ ആ തീയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ ആത്യന്തികമായ താല്പര്യം ഈ ഭൂമിയിൽ നല്ല കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫലസ്തീൻ ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അതിന്റെ തീവ്രത എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് യാതനകളും വേദനകളും തിന്നുന്ന ചെറുപിഞ്ചു കുട്ടികൾ, അവരുടെ പ്രാർത്ഥനകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമാണത്. എന്നാൽ ഇന്ന് അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും ആ പരീക്ഷണത്തിനുള്ള കാരണം? മദ്ലൂമിന്റെ, അക്രമിയായിട്ടുള്ള ഒരാളുടെ പ്രാർത്ഥന ഒരിക്കലും തിരസ്കരിക്കപ്പെടുകയില്ല. അതാരാണെങ്കിലും, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പീഡിപ്പിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് മേലോട്ട് കൈ ഉയർത്തുന്ന ഘട്ടത്തിൽ ആ കൈ തിരസ്കരിക്കപ്പെടുകയില്ല. അതായിരിക്കണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആ തീ അണക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം അനീതി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ആ അനീതിക്ക് തിരിച്ചടി കുറെയെല്ലാം ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു നൽകിയേക്കും. പൂർവിക സമൂഹങ്ങളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ അക്രമം പ്രവർത്തിച്ച ആളുകളെ വളരെ ക്രൂരമായി പിടികൂടിയ ചരിത്രം കൂടി ഖുർആൻ പ്രസ്താവിക്കുന്നുണ്ട്. എന്തിനായിരിക്കും അത്? നമ്മെപ്പോലുള്ള ആളുകൾ ചിന്തിക്കാനാണ്. അതുകൊണ്ട് നാം അറിയേണ്ട ഒരു കാര്യം, ആളുകൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. കാരുണ്യ പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കാര്യമാണ്. സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടത് സഹായമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ട് ഒരു നല്ല സമൂഹ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മനസ്സമാധാനം ഉണ്ടാവും. ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു അയൽ രാജ്യങ്ങളിൽ പ്രയാസങ്ങൾ കാണുമ്പോൾ അത് അവിടെയല്ലേ, നമുക്ക് എന്ത് സംഭവിക്കാനാണ് എന്ന് ഒരിക്കലും നമ്മൾ ആശ്വസിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം ഏത് സമയത്തും എവിടെയും പ്രത്യക്ഷപ്പെട്ടേക്കാം. കാറ്റ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, തീ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, വെള്ളം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ സൈന്യം കൂടിയാണ്. അതുകൊണ്ട് സൃഷ്ടികളായ നമ്മൾ അനീതി പ്രവർത്തിക്കുമ്പോൾ, അക്രമം പ്രവർത്തിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി പ്രയത്നിക്കുമ്പോൾ നിരീക്ഷകനായിട്ട്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അടിമകളുടെ മുകളിൽ നിരീക്ഷകനായിട്ട് അള്ളാഹു ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരാളും മറന്നു പോവാൻ പാടില്ല. കാലിഫോർണിയ നഗരം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രധാനികളായിട്ടുള്ള ആളുകളുടെ വീടുകൾ തീ വിഴുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. നാം പുനരാലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ നമ്മൾ തിരുത്തി അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാനും മാപ്പപേക്ഷിക്കാനും ഈ സമയം നമ്മൾ ചിലവഴിക്കുക എന്നുള്ളതാണ് ഇന്ന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം.